അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള ചില ഗ്രാമറുകളാണ്. പാർട്സ് ഓഫ് സ്പീച്ച്. വേർഡ്സ് ഇൻ എ സെൻറ്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 8 ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദ വർക്ക് ദേ ഡു ഇൻ എ സെൻറ്റൻസ്. ദേ ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു വാക്യത്തിലെ പദങ്ങളെ ഒരു വാക്യത്തിൽ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് 8 ഗ്രൂപ്പുകളായി തിരിക്കാം. അവയെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നു. നൗൺ. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. എന്തിൻ്റെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. രാജു, കൊച്ചി, പെൻ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്വാളിഫൈസ് ഓർ മോഡിഫൈസ് എ നൗൺ. നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ വാക്കുകളുടെ നാമവിശേഷണം എന്ന് പറയുന്നു, അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. ഹീ ലിവ്സ് ഇൻ എ ബിഗ് ഹൗസ്. അവൻ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഹൗസിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ബിഗ്. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിഗ് ആണ്. പ്രോനൗൺ. പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. പേരിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം അഥവാ പ്രോനൗൺ എന്ന് പറയുന്നത്. രാജു ഈസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹീ ഈസ് ഇല്ല. രാജു ആബ്സെൻ്റ് ആണ് കാരണം അവന് അസുഖമാണ്. രാജുവിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഹി. അപ്പോൾ ഇവിടുത്തെ പ്രോനൗൺ എന്ന് പറയുന്നത് ഹി ആണ്. വെർബ്. വെർബ് ഈസ് എ വേർഡ് വിച്ച് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ പൊസിഷൻ. പ്രവൃത്തിയെ, അവസ്ഥയെ, ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന വാക്കിനെ ക്രിയ എന്ന് പറയുന്നു. ഹീ സ്ലെപ്റ്റ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഹീ ഹാസ് എ പെൻ. ഇവിടെ സ്ലെപ്റ്റ്, ഈസ്, ഹാസ് എന്നിവയൊക്കെയാണ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. അഡ്വർബ്. അഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് ഓർ ക്വാളിഫൈസ് എ വെർബ്, അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വർബ്. ക്രിയയെ, നാമവിശേഷണത്തെ അല്ലെങ്കിൽ മറ്റൊരു ക്രിയാവിശേഷണത്തെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ ക്രിയാവിശേഷണം അഥവാ അഡ്വർബ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ വെരി ബിഗ് ഹൗസ്. ഇത് വളരെ വലിയ വീടാണ്. ഇവിടെ വെരി എന്ന വാക്കാണ് അഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നത്. ഹി വർക്ക്സ് വെരി ഹാർഡ്. അവൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇവിടെയും വെരി എന്ന വാക്ക് തന്നെയാണ് അഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രീപൊസിഷൻ. പ്രീപൊസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ ടു യൂസ് ഇറ്റ്സ് റിലേഷൻ വിത്ത് സംതിങ് എൽസ്. രണ്ട് നാമങ്ങൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് പ്രീപൊസിഷൻ എന്ന് പറയുന്നത്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ ബുക്ക് ഇരിക്കുന്നു. ബുക്കും ടേബിളും തമ്മിലുള്ള റിലേഷൻ പറയുന്ന വേർഡാണ് ഓൺ. അപ്പോൾ ഇവിടുത്തെ പ്രീപൊസിഷൻ എന്ന് പറയുന്നത് ഓണാണ്. ദ ഡോഗ് ഫെൽ ഇൻ ദ വെൽ. ഡോഗ് വെല്ലിൽ വീണു. ഡോഗും വെല്ലും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്ന വേർഡാണ് ഇൻ. അപ്പോൾ ഇവിടുത്തെ പ്രീപൊസിഷൻ എന്ന് പറയുന്നത് ഇന്നാണ്. കൺജക്ഷൻ. കൺജക്ഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ്. വാക്കുകളെയോ ശൈലികളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന വാക്കിനെ കൺജക്ഷൻ എന്ന് പറയുന്നു. രാജു ആൻഡ് രാധ ആർ ഫ്രണ്ട്സ്. രാജുവും രാധയും ഫ്രണ്ട്സ് ആണ്. രാജുവിനെയും രാധേനെയും ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആൻഡ്. അപ്പോൾ ഇവിടുത്തെ കൺജക്ഷൻ എന്ന് പറയുന്നത് ആൻഡ് ആണ്. ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ ഈസ് എ വേർഡ് വിച്ച് എക്സ്പ്രസസ് സം സഡൻ ഫീലിങ്സ്. പെട്ടെന്നുള്ള വികാരത്തെ പ്രകടിപ്പിക്കുന്ന വാക്കിനെ ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നു. ഓ ഹൗ ഹോട്ട് ഇറ്റ് ഈസ് ടുഡേ. ഇവിടെ എന്ത് ചൂടാണ് എന്ന അതിശയത്തിലാണ് പറയുന്നത്. അപ്പോൾ അതിശയം എന്ന പെട്ടെന്നുള്ള വികാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം.